വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസ്സർഗ സംഖ്യകൾ. എണ്ണൽ സംഖ്യയുടെ വേറൊരു പേരാണ് നിസ്സർഗ സംഖ്യകൾ എന്ന് പറയുന്നത്. 1, 2, 3, 4 എന്നിങ്ങനെ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് ഇത്. എണ്ണൽ സംഖ്യകളെ രണ്ടായി തരംതിരിക്കുന്നു: ഒറ്റ സംഖ്യകളെന്നും ഇരട്ട സംഖ്യകളെന്നും. ഒറ്റ സംഖ്യകളാണ് 1, 3, 5, 7. ഇരട്ട സംഖ്യകളാണ് 2, 4, 6, 8. ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ചെറിയ നിസ്സർഗ സംഖ്യ ഏത്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ്: ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏത്? അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ ഏത്? അഭാജ്യ സംഖ്യ ഏത്? അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏത്? ഭാജ്യ സംഖ്യ ഏത്? അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ അത് സംഖ്യകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ വോൾ നമ്പേഴ്സ്. അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളുടെ കൂടെ 0യും കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. അടുത്ത പൂർണ്ണസംഖ്യകൾ. പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത് അഖണ്ഡ സംഖ്യകളുടെ കൂടെ നെഗറ്റീവ് സംഖ്യകളും ആഡ് ചെയ്ത് വരുന്നതാണ് പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്. പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ്, അതിൻ്റെ വേറൊരു പേരാണ് അനഘസംഖ്യ. 6, 28, 496. പരിപൂർണ്ണ സംഖ്യ വരുന്നതെന്ന് പറയുന്നത്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് 6 എടുക്കുകയാണെങ്കിൽ 6ൻ്റെ ഘടകങ്ങൾ നോക്കണം. അപ്പോൾ 1 × 6 6 വരും. 2 × 3 6. അപ്പോൾ ഇതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 6. പരിപൂർണ്ണ സംഖ്യ കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് അതേ സംഖ്യ മാറ്റി നിർത്തിയിട്ട് മറ്റ് സംഖ്യകൾ കൂട്ടുമ്പോൾ അതേ സംഖ്യ തന്നെ കിട്ടുകയാണെങ്കിൽ അതൊരു പരിപൂർണ്ണ സംഖ്യയാണ്. ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞാൽ ഭാജ്യസംഖ്യകൾ. ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത് 4, 6, 8, 9. ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, ഭാജ്യസംഖ്യകൾക്ക് 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 4 എടുക്കുകയാണെങ്കിൽ 4ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1 × 4 4, 2 × 2 4. അപ്പോൾ അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1, 2, 4. അപ്പോൾ 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്, അതുകൊണ്ട് അത് ഭാജ്യസംഖ്യ. അടുത്തത് അഭാജ്യസംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 3, 5, 7. ഇതെന്ന് പറയുന്നത് ഒന്നോ ആ സംഖ്യയോ ഘടകം വന്നാൽ അത് അഭാജ്യസംഖ്യയാണ്. ഇതിലിപ്പം എക്സാമിന് ചോദിക്കാറുണ്ട് ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഏതെന്ന് ചോദിച്ചാൽ അത് 2 ആണ്. ഒരു PYQ ക്വസ്റ്റ്യനാണ് ഭാജ്യവും അഭാജ്യവും അല്ലാത്ത സംഖ്യ ഏത്? അപ്പോൾ ഇത് രണ്ടിലും ഉൾപ്പെടാത്ത സംഖ്യ ഏതാണ്? 1 ആണ്. 1 ഇതിൽ വന്നിട്ടില്ല. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ഭാജ്യവും അഭാജ്യവും അല്ലാത്ത സംഖ്യ ഏതാണ്? 1. ഓക്കെ.